എല്ലാവർക്കും നമസ്കാരം. കണ്ണടച്ചിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ കൈ എവിടെയാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയെല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ഏഴാം ഇന്ദ്രിയത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണുകൾ മുറുക്കിയടച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ ശരീരം എവിടെയാണ്, എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബോധമില്ലേ? ആ ഒരു അത്ഭുതമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. അപ്പോ നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്ന 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് തുടങ്ങാം, അല്ലേ? അതിനപ്പുറം നമുക്കറിയാം എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. അതെ, കാഴ്ച, കേൾവി, ഗന്ധം, രുചി, പിന്നെ സ്പർശം. ഈ ലോകത്തെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ബേസിക് ആയിട്ടുള്ള 5 ഇന്ദ്രിയങ്ങൾ. ഇത് നമുക്കെല്ലാവർക്കും സ്കൂളിൽ നിന്നേ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് 6ാം ഇന്ദ്രിയം അഥവാ 6th സെൻസ് എന്നൊക്കെ. ഭാവിയെക്കുറിച്ചൊരു ഉൾവിളി അല്ലെങ്കിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നത്, അങ്ങനെയൊക്കെ. എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന 7ാം ഇന്ദ്രിയം അതല്ല കേട്ടോ. ഇതങ്ങനത്തെ ഭാവനയല്ല. ഇത് നമ്മുടെ ശരീരത്തിന് അളക്കാൻ പറ്റുന്ന, തികച്ചും ഫിസിക്കലായിട്ടുള്ള ഒരു കഴിവാണ്. അപ്പോ എന്താണ് ഈ ശാസ്ത്രീയമായ 7ാം ഇന്ദ്രിയം? ഇത് സിനിമയിൽ കാണുന്ന പോലത്തെ സൂപ്പർ നാച്ചുറൽ പവറൊന്നും അല്ല. ഇത് തികച്ചും ബയോളജിക്കലാണ്. ശാസ്ത്രലോകം ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രോപ്രിയോസെപ്ഷൻ. പേര് കേട്ട് പേടിക്കണ്ട, സംഭവം സിമ്പിളാണ്. ചുറ്റും നോക്കാതെ തന്നെ നമ്മുടെ കൈ എവിടെയാണ്, കാലെവിടെയാണ്, അവയൊക്കെ എങ്ങനെയാണ് ചലിക്കുന്നത് എന്നൊക്കെ നമുക്കൊരു ബോധം തരൂലേ? അതാണ് ഈ പ്രോപ്രിയോസെപ്ഷൻ. നമ്മുടെ മസിലുകളിലും ജോയിന്റുകളിലുമൊക്കെയുള്ള കുഞ്ഞൻ സെൻസറുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസായി സിഗ്നൽ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ഒരു ബോധം നമുക്ക് കിട്ടുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ സയൻസാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിലെ ഓരോ സെക്കൻഡിലും ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ശരീരം ഇത് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ സംഭവം ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തില് ഈ പ്രോപ്രിയോസെപ്ഷൻ എവിടെയൊക്കെയാണ് വരുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ എല്ലാ നിമിഷവും നിങ്ങളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കണ്ണടച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ കൈ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്നില്ലേ? അതെങ്ങനെയാ? അല്ലെങ്കിൽ ഒരു മേശയുടെ അടിയിലേക്ക് നോക്കാതെ തന്നെ നിങ്ങളുടെ കാലുകൾ പിണച്ചാണോ വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇരുട്ടത്ത് നടക്കുമ്പോൾ പോലും നമ്മുടെ കാല് എവിടെയാണ് വെക്കുന്നതെന്ന് നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. ഇതൊക്കെ സാധ്യമാക്കുന്നത് ഈ പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്ന സംഭവമാണ്. അതുമാത്രമല്ല, കാര്യങ്ങൾ ഇതിലും ഗംഭീരമാണ്. ഏറ്റവും പുതിയ ചില പഠനങ്ങൾ പറയുന്നത് എന്താണെന്നറിയുമോ? മണലിനടിയിൽ ഒളിപ്പിച്ചുവെച്ച സാധനങ്ങൾ പോലും അതിൽ നിന്നുള്ള നേരിയ വൈബ്രേഷനും പ്രഷർ വ്യത്യാസവും വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുമത്രേ. ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ കഴിവുകൾ എത്ര അത്ഭുതകരമാണെന്ന് ഓർത്തുനോക്കൂ. പക്ഷേ ഈ 7ാം ഇന്ദ്രിയം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് സിനിമയിലെ എന്തൊക്കെയോ അമാനുഷിക ശക്തികളായിരിക്കും, അല്ലേ? അപ്പോ നമുക്ക് തെറ്റിദ്ധാരണകളും യഥാർത്ഥ ശാസ്ത്രീയ വശവും തമ്മിലൊന്ന് വേർതിരിച്ചു നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇതൊരു മാന്ത്രിക ശക്തിയോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഞരമ്പുകളും തലച്ചോറുമൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു പക്കാ ബയോളജിക്കൽ പ്രോസസ്സാണ്. ഭാവി കാണാനോ പ്രവചിക്കാനോ ഒന്നുമല്ല. ഈ നിമിഷത്തിൽ നമ്മുടെ ശരീരം എവിടെയാണ്, എങ്ങനെയാണെന്ന് കൃത്യമായി അറിയാനാണ് ഇത് നമ്മളെ സഹായിക്കുന്നത്. ഇതൊരു ദൈവം തന്നെ വരദാനമൊന്നുമല്ല, എല്ലാ മനുഷ്യരിലും സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഈ ഇന്ദ്രിയം നമ്മുടെ ശരീരത്തിലെ ഒരു അറിയപ്പെടാത്ത നായകനാണെന്ന്. ഓരോ സെക്കൻഡിലും നമ്മളിതിനെ ആശ്രയിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് ഓർക്കാറ് പോലുമില്ല. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം മനസ്സിൽ വരും, അല്ലേ? ഇത്രയും പ്രധാനപ്പെട്ട, ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒന്നിനെ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോകുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. കാരണം ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ശ്വാസമെടുക്കുന്നതുപോലെ അത്രയ്ക്കും സ്വാഭാവികവും നിരന്തരവുമാണ്. നമ്മൾ ജനിച്ച ആ നിമിഷം മുതൽ ഇത് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ കഴിവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നേയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ കഴിവ് നമുക്കില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമുക്ക് നടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, എന്തിനേറെ ഒന്ന് ബാലൻസ് ചെയ്ത് നേരെ നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു. നമ്മുടെ ഓരോ ചലനങ്ങളെയും പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നൊരു അദൃശ്യ ശക്തിയാണ് ശരിക്കും ഇത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ 7ാം ഇന്ദ്രിയം എന്ന് പറയുന്നത് എന്തോ ഒരു സീക്രട്ട് പവറൊന്നുമല്ല. അത് നിങ്ങളുടെ സ്വന്തം ശരീരത്തിനകത്തുള്ള ഒരു സയന്റിഫിക് മാർവലാണ്, ഒരു ശാസ്ത്രീയ അത്ഭുതമാണ്. ഇനി അടുത്ത തവണ കണ്ണടച്ച് നിങ്ങളുടെ വിരൽത്തുമ്പുകൊണ്ട് മൂക്കിൽ തൊടാൻ ശ്രമിക്കുമ്പോൾ ഒന്നോർക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ വിസ്മയകരമായ കഴിവാണ്. നമ്മുടെ ശരീരം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.